ഇയാൾ മാർഷൽ ആർട്സ് പരിശീലിക്കുന്നതിനിടെ ഒരു പയ്യൻ അത് കണ്ടു. ആ പയ്യൻ എല്ലാ ദിവസവും അദ്ദേഹത്തെ പിന്തുടർന്ന് മാർഷൽ ആർട്സ് പഠിച്ചു. കാലക്രമേണ അയാളും ഈ മിടുക്കനായ കുട്ടിയെ ശ്രദ്ധിച്ചു. അങ്ങനെ തന്റെ എല്ലാ കളരിപ്പയറ്റ് വിദ്യകളും കുട്ടിയെ പഠിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഒരു വർഷത്തിനു ശേഷം കുട്ടിയുടെ കഴിവുകൾ ഉയർന്ന നിലയിലെത്തി. ഒരു ദിവസം കുട്ടിയുടെ മൂത്ത സഹോദരൻ അവനെ കാണാൻ വന്നു. എന്നാൽ മൂത്ത സഹോദരൻ ഗുരുവിനെ കണ്ടപ്പോൾ അയാളുടെ മുഖഭാവം പെട്ടെന്ന് മാറി. കുട്ടിയുടെ മൂത്ത സഹോദരൻ ഒരു ഗുണ്ടായിരുന്നു. അയാൾ ആ ഗുരു ഒരു പോലീസ് ഓഫീസറാണെന്ന് സംശയിച്ചു. അവർ തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ കുട്ടി തന്റെ സഹോദരനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. തുടർന്ന് അവർ ഒരു അണ്ടർഗ്രൗണ്ട് ബോക്സിംഗ് മത്സര സ്ഥലത്തേക്ക് വന്നു. എന്നാൽ റിംഗിലെ അവരുടെ പോരാട്ടം കണ്ടപ്പോൾ കുട്ടിക്ക് വളരെ മടുപ്പ് തോന്നി. കാരണം അവരുടെ പോരാട്ടത്തിൽ ഒട്ടും കളരി വിദ്യകളില്ലായിരുന്നു. സംഘാടകൻ ഏതെങ്കിലും മത്സരാർത്ഥിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടി മുന്നോട്ട് വന്നു. തന്റെ അനുജൻ റിംഗിലേക്ക് കയറുന്നത് കണ്ട് മൂത്ത സഹോദരൻ അവന് ഭ്രാന്താണെന്ന് കരുതി. കുട്ടി സ്വയം തല്ലുകൊള്ളാനാണ് വന്നതാണെന്ന് സംഘാടകനും വിചാരിച്ചു. എന്നാൽ പോരാട്ടം തുടങ്ങിയപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. ഗുരുവിൽ നിന്ന് പഠിച്ച കളരിവിദ്യകൾ ഉപയോഗിച്ച് അയാൾ എതിരാളിയുടെ ആക്രമണങ്ങൾ അതിമനോഹരമായി തടുത്തു. 3 ലളിതമായ നീക്കങ്ങളിലൂടെ എതിരാളി താഴെ വീണു. എന്നാൽ ഈ വീഡിയോ ചിത്രീകരിച്ച് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തുവെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. ഇതിന്റെ ഫലമായി ഗുരുവിന്റെ യഥാർത്ഥ വ്യക്തിത്വം പുറത്തായി. ഗുരു വലിയൊരു പ്രതിസന്ധി നേരിടാൻ പോവുകയായിരുന്നു. നിങ്ങൾ മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ടോ?